ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ കള്ളപ്പണം കയ്യിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അതൊരു വലിയ പണിയായിരുന്നു. ഇങ്ങനെയാണോ നിങ്ങളും ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? എന്നാൽ തെറ്റി. പണം ഉണ്ടാക്കാൻ അറിയുന്നവന് അത് പ്രൊട്ടക്ട് ചെയ്യാനും അറിയാം. ഒരുപാട് വഴികളിലൂടെ പലരും കയ്യിലുള്ള കള്ളപ്പണത്തെ പുതിയ നോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചാണ് കൺവേർഷൻ നടത്തിയത്. ടാക്സ് വെട്ടിക്കുന്നവരുടെ പ്രിയപ്പെട്ട ബാങ്കാണ് സഹകരണ ബാങ്ക് എന്ന് പൊതുവെ ഒരു സംസാരമുള്ള കാര്യം നിങ്ങൾക്കും അറിയാലോ. ഈ മണി ലോണ്ടറിങ്ങും കൗണ്ടർ ഫീറ്റ് പരിപാടിയൊക്കെ പേടിച്ച് നമ്മുടെ റിസർവ് ബാങ്ക് വെറും 6 ദിവസം മാത്രമാണ് സഹകരണ ബാങ്കുകൾക്ക് നോട്ട് മാറാനുള്ള പെർമിഷൻ കൊടുത്തത്. ഈ ആദ്യത്തെ 6 ദിവസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ മാറ്റിക്കൊടുത്ത ഇന്ത്യയിലെ സഹകരണ ബാങ്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അഹമ്മദാബാദിലെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ബാങ്കിനെ പറ്റി നിങ്ങൾ അധികം കേട്ടിട്ടില്ലെങ്കിലും ബാങ്കിന്റെ ഡയറക്ടറെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ മിസ്റ്റർ അമിത് ഷാ. രാജ്യത്തിന്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള വലിയ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന അമിത് ഷാ സാറിനെ പോലെയുള്ള പൊളിറ്റീഷ്യൻസിനെ നമ്മളെല്ലാവരും അഭിനന്ദിച്ചേ മതിയാവൂ. താങ്ക് യു.